ഉത്രട്ടാതി നക്ഷത്രം ജനിച്ചവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടവരുമെങ്കിലും ഒരു പക്ഷേ കുടുംബാംഗങ്ങളിൽ നിന്നും അഥവാ കുടുംബത്തിൽ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വന്നു പോകുവാൻ തക്കവണ്ണം മാത്രമായി അതിന് തക്കവണ്ണം ദൂരത്തേക്ക് ഒരു സ്ഥാനക്കയറ്റത്തോടു കൂടിയതായിട്ടുള്ള സ്ഥാനമാറ്റം ഉണ്ടാകുവാനാണ് ഔദ്യോഗിക തലത്തിൽ കാണുന്നത്. സാമ്പത്തിക വരുമാനം ഉണ്ടാകുമെങ്കിലും ചെലവിനങ്ങൾ വർദ്ധിക്കുന്നത് വഴി നീക്കിയിരിപ്പ് കുറയുവാനിടയുണ്ട്. തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദവും യാത്രാക്ലേശവും വർദ്ധിക്കും. വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, അഥവാ വാഗ്ദോഷങ്ങളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഔദ്യോഗിക തലത്തിൽ സമ്മർദ്ദം വർദ്ധിക്കും. ഗവൺമെൻറ് തലത്തിലും അനിഷ്ടമായിട്ടുള്ള പ്രതികരണം വന്നു ചേരുന്നത് വഴി ഒരു പക്ഷേ കോടതി കയറേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. ഗതാഗത നിയമം തെറ്റിക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനിടവരുമെങ്കിലും അന്തിമ നിമിഷത്തിൽ എത്തിച്ചേരുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മാന്ദ്യം അനുഭവപ്പെടുന്നത് വഴി മനോവിഷമത്തിനും യോഗം കാണുന്നു. ഉത്രട്ടാതി നക്ഷത്രം ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. രേവതി നക്ഷത്രം ജനിച്ചവർക്ക് സ്ഥലപരിമിതി അനുസരിച്ച് ഒരു പക്ഷേ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റിവയ്ക്കുവാനോ മറ്റൊരു ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണം നടത്തുവാനോ തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നത് വഴി അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകുവാനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും. ഔദ്യോഗിക തലത്തിൽ അംഗീകാരം ലഭിക്കാത്തതിനാൽ ഒരുപക്ഷെ നിലവിലുള്ളത് വേർപെട്ട മറ്റൊരു ഉദ്യോഗത്തിനെപ്പറ്റി പുനരാലോചിക്കുവാനിടയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി കൈവരുമെങ്കിലും സാമ്പത്തിക നേട്ടം കുറയും. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ് എന്നുകൂടി പറയുന്നു. ഈ ആഴ്ചയിലെ രേവതി നക്ഷത്രം ജനിച്ചവരുടെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം. കുറച്ചേരം ഓഫ് ചെയ്യാം. നല്ല ലൈറ്റായി.